നെക്സ്റ്റ് ഈസ് വേവ് നേച്ചർ ഓഫ് മാറ്റർ. ഇതാണ് പഠിക്കാൻ പോകുന്നത്. റേഡിയേഷൻ നമുക്കറിയാം. റേഡിയേഷൻ ഷോസ് ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. വേവ് നേച്ചർ, റേഡിയേഷൻ വേവ് നേച്ചർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ഒക്കെ വരുന്നത്. അതേപോലെ റേഡിയേഷൻ പാർട്ടിക്കിളിൻ്റെ നേച്ചറും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോൺ ഡിഫൈൻ ചെയ്തത് അല്ലേ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രകാരം റേഡിയേഷൻ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കണം, ശരിയല്ലേ? കാരണം ഫോട്ടോൺസ് വന്ന് അടിക്കുമ്പോൾ അല്ലെ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഡിയേഷൻ ഷോസ് ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. ഇൻ ദ സെയിം വേ ഡി ബ്രോഗ്ലിയുടെ ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ അതിനങ്ങനെ പ്രോപ്പറായിട്ടുള്ള പ്രൂഫൊന്നുമില്ല, ഒരു ഇമാജിനേഷൻ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് സേസ് ദാറ്റ് മാറ്റർ, മൂവിങ് മാറ്റർ, മൂവിങ് ഒബ്ജക്റ്റ്. മാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബോള് ഒരു മാറ്ററാണ്. ഒരു മാറ്റർ, മൂവിങ് മാറ്റർ ഷോസ് വേവ് നേച്ചർ അണ്ടർ സ്യൂട്ടബിൾ സർക്കംസ്റ്റാൻസ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ മാറ്റർ, മൂവിങ് ബോഡി ചെറിയൊരളവിൽ വേവിൻ്റെ പ്രോപ്പർട്ടീസും കാണിക്കും. ഓക്കെ ആണല്ലോ. അതായത് വേവിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഡിഫ്രാക്ഷൻ, മനസ്സിലായില്ലേ, ഇൻ്റർഫറൻസ് ഒക്കെ കാണിക്കും. ഉദാഹരണത്തിന് ഇലക്ട്രോൺസ് ഇല്ലേ, ഇലക്ട്രോൺ ഒരു മാറ്റർ ആണല്ലോ, മാറ്ററായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. അത് ഒരു റീസണബിൾ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോൺസ് ഒരു റീസണബിൾ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് എക്സിട്ര. അപ്പോൾ ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളാണല്ലോ, അപ്പോൾ അതേപോലെ മാറ്ററും ഒരു പാർട്ടിക്കിളാണല്ലോ. അപ്പോൾ അണ്ടർ സ്യൂട്ടബിൾ സർക്കംസ്റ്റാൻസസ് ദ മൂവിങ് പാർട്ടിക്കിൾ ചെറിയൊരളവിൽ ഈ എന്താ പറയുക വേവിൻ്റെ പ്രോപ്പർട്ടീസുകളും കാണിക്കും. വേവിൻ്റെ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ പോലത്തെ പ്രോപ്പർട്ടീസുകളും കാണിക്കും. ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, സോ ഇത് ബോഡിയുടെ മാസ് എം ആണ്, മാറ്ററിൻ്റെ മാസ് എം ആണ്, മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചെറിയൊരളവിൽ ഒരു വേവ് ബിഹേവിയർ കാണിക്കും. വേവ് മോഷനാണ്, ചെറിയൊരളവിൽ വേവ് മോഷനാണ്. സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു വേവ് ലെങ്ത്തും വരും. വേവായിട്ട് മൂവ് ചെയ്യുമ്പോൾ വേവ് ലെങ്ത് ഉണ്ടാവുമല്ലോ. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ, അങ്ങനെ പറഞ്ഞാൽ മതി. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി. പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്, മൊമെൻറ്റം, അതായത് എച്ച് ബൈ എം വി. മൊമെൻറ്റം ഓഫ് ദ മൂവിങ് മാറ്റർ വിൽ ബി മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. അപ്പോൾ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. ഇതാണ് ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ്. അപ്പോൾ മാറ്റർ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുണ്ട്, ചെറിയ അളവിൽ എന്തും കാണിക്കുന്നുണ്ട്, വേവ് നേച്ചറും കാണിക്കുന്നുണ്ട് അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി. അപ്പോൾ ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് വിൽ ബി എച്ച് ബൈ പി ഓർ എച്ച് ബൈ എം ഇൻറ്റു വി. ഓക്കെ.